എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോ റെഡി ആയിട്ട് നിൽക്കുന്നത് കൊട്ടിയത്ത് പോകാനായിട്ടാ. അന്നേരം അമ്മിമോൻ വന്നിട്ടുണ്ട്. അമ്മിമോന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, ചേച്ചിയുടെ മോന്റെ കല്യാണം. എല്ലാം കൂടെ കിടന്ന് ബഹളം വെക്കുന്നത്, അതുകൊണ്ട് കേൾക്കാൻ പറ്റാത്ത. ചേച്ചിയുടെ മോന്റെ കല്യാണം. അങ്ങനെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മളിപ്പം പോകാനായിട്ട് പോയി. എല്ലാവർക്കും എടുക്കുന്നില്ല, അമ്മിമോന് മാത്രം. അമലും അമരിയും വരുന്നില്ല, അവർക്ക് എക്സാമാ. അന്നേരം അവർക്ക് ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് ആള് വരും. അന്നേരം അവരവിടെ ഇരുന്ന് പഠിക്കും. ഞങ്ങള് പോയിട്ട് വരാം. ആദ്യം വരുന്നതൊക്കെ പറഞ്ഞിരുന്നതാ, പിന്നെ വിചാരിച്ച് വരണ്ട, വന്നാ സമയം കിട്ടത്തില്ല. മറ്റേയാൾക്ക് എടുത്തിട്ട് അയാൾക്ക് ഇനി ഇപ്പോഴെങ്ങും വന്ന് എടുക്കാൻ സമയമില്ല. മൂരം അമ്മിമോൻ എടുത്തിട്ട് നമുക്ക് വരാം. ഇത് മോനെ ആര് നോക്കട്ട്. ഫ്രണ്ട്സ് തന്ന മോന്റെ എന്താ നിനക്ക് തന്നു? ഓ, മൈ ഡിയർ ഫ്രണ്ട്, നീ നന്നായി വരണോ? നീ നന്നായി ഞാനൊന്ന് വായിക്കാൻ. നീ നന്നായി വളരണോന്നായിരിക്കും, വരണോന്ന് എഴുതി വെച്ചത്. മലയാളം ബാക്കി മലയാളം പാടാന്നാ. നീ വലുതായിട്ട് 21 വയസ്സാകുമ്പോൾ ആഗസ്റ്റ് 14 നീ ഈ സ്കൂളിൽ വരണം. ഓക്കെ, നീ വലുതായിട്ട് 21 വയസ്സാകുമ്പോൾ ആഗസ്റ്റ് 14 ഈ സ്കൂളിൽ വരണം. ഓക്കെ, പിന്നെന്തോന്ന്? പിന്നെ മോന്തോ കൊടുത്ത് നീയും കൊടുത്ത് കാണും. എന്തൊക്കെ എഴുതി കൊടുത്ത്. എന്തുവാ അവന്റെ പേര് ഓർക്കാനായിട്ട് തന്നടാ. ഇതെല്ലാം ഒരു ഫയലിനകത്താക്കി വെക്കണം കേട്ടാ. വലുതാകുമ്പോ മോൻ ഓർമ്മിക്ക കേട്ടാ. അത് എഴുതി വെച്ചേക്ക് നോക്ക, അത് വായിച്ചു നോക്കെ എഴുതിയേക്കുന്നത്. പിന്നെ ബാക്കി വായിക്കേ. 21 വയസ്സാകുമ്പോൾ 21 വയസ്സാകുമ്പോൾ ഓഗസ്റ്റ് 14 ഈ സ്കൂളിൽ വരണം. ഓക്കെ, ഓഗസ്റ്റ് 14 ബർത്ത്ഡേ ട്രീറ്റ് വയ്ക്കാനാ. മനസ്സിലായില്ല? അത് എഴുതി കൊടുത്തേന്ന്. ഓഗസ്റ്റ് 14 ചെല്ലണം കേട്ടാ. 21 വയസ്സാകുമ്പോ അവൻ വരത്തില്ലെന്നോ? നീ എന്തൊക്കെയാണോ എന്താ എഴുതി കൊടുത്തത്? നീ അതായിരിക്കും എഴുതി കൊടുത്തത്. അതെന്തുവാ? ഇതെല്ലാം ഒരു ഫയലിനകത്ത് സൂക്ഷിച്ചു വെക്കണം. അതിന് വലുതാകുമ്പോ ഇത് ഓർക്കാൻ നല്ല രസം. പേന ഇതെന്തുവാ? സ്കെയിലാ? ഇതാര് കൊടുത്ത്? ശരി, എന്നാ ഞങ്ങള് പോയിട്ട് വരട്ടെ മോനെ. ഇത് നല്ലതാ. ഇതെവിടെ വെച്ചിരുന്നു? അത് കാറിനകത്ത് കണ്ടിരുന്ന പച്ച എടുത്തോണ്ട് വെച്ചു. ഇവിടെ എന്തോ കാറ് കഴിവാ എടുത്തോണ്ട് പോയതാന്ന് തോന്നുന്നു. അച്ഛൻ അങ്ങനെയും ചെയ്യും.
ആ ഉണ്ടമ്മ ചെറുത്. അയ്യോ കൊണ്ട് പോകുവണ്ടി. വലുതെടുക്കണേ. എത്ര കട്ട് ചെയ്ത് നോക്ക്. വാ വണ്ടി നടുക്കായി പോയിട്ടത്. വേണോ? മതിയാ? മുറിച്ചോ? ഇനി ഇരിക്കുന്ന മൊത്തം അങ്ങ് വെറും പൊടിയമ്മ, പൊടി തന്നെ മൊത്തം. കൊഴപ്പില്ല കേട്ടാ, ഉള്ളതാണോന്ന് തോന്നുന്നു. കൊഴപ്പില്ല. ചേട്ടന്റെ ഫോണില്. ഇറങ്ങാ. പൊടി വഴിയല്ലേ വന്നേ? അമ്മയെന്നല്ലൊരു അവിടെ ഒരു എടുത്ത് തരണായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നു ഇപ്പൊ. പയ്യെ പോകുന്നത്. നമ്മളിപ്പോഴേ കണ്ണനെല്ലൂര് മുന്നോട്ട് പോകുന്ന റോഡില് വണ്ടി ഉണ്ടെന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാം. എല്ലാം അങ്ങോട്ട് പോയാലേ ബ്ലോക്കിൽ പെട്ട് കിടക്കത്തേ ഉള്ളു. ഇവിടുന്ന് നമ്മള് നടന്ന് അങ്ങോട്ട് പോയാ ഞാൻ പറഞ്ഞു. ഈ റോഡിൽ വലിയ തിരക്ക് തോന്നിക്കുന്നില്ല, വലിയ തിരക്കില്ല. നല്ലോണം പോകാൻ. മറ്റേത് ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞാൽ ഇത്രയും പാലം വരുന്നതിന്റെ തിരക്കാ. പണിയും നടക്കുന്ന പാലവും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിട്ട് ഒത്തിരി നേരം കിടന്നു അതിനകത്ത് വിട്ടുവിട്ട്. ഉമ്മേലൂര് വരെ പോണായിരുന്നു ചേട്ടൻ. അങ്ങനെ അവിടെ പോയിട്ട് ആ വഴിക്ക് നമ്മള് കയറി വന്നത്. അതാണ് ഇത്രയും തിരക്ക് പെട്ടുപോയത്. വണ്ടി ലോക്ക് ചെയ്തോന്നൊരു സംശയം. അങ്ങനെ പോയിട്ട് വരട്ടെ. ലോക്കായിരുന്നാ? ലോക്കായിരുന്നാ? ഞാൻ ഒരു റീലിനകത്ത് കണ്ടതാ. ഇങ്ങനെ നമ്മളെ മോനെ ഡ്രസ് എടുക്കാനായിട്ട് പോയാ. ചോദിക്കട്ടെ. ഇവിടെ അല്ലല്ലോ, മേളിത്തലല്ല. ഇങ്ങോട്ട് ഇവിടുന്നും മേളിൽ പോണം. ഈ മോഡലാണ്. ഇതിനകത്ത് ക്യാമറയിൽ ഞാൻ നോക്കിയിട്ട് വെറും വെള്ളയാണോ ഏതാണ്ട് ഒരുമാതിരി കളറൊക്കെ തോന്നും. അതിനകത്ത് ഡിസൈൻ ആണെങ്കിൽ ഇങ്ങനെ വന്ന് നോക്കിയാൽ മാത്രമേ ഏതോ ഒരു ഡിസൈൻ തോന്നിക്കുന്നു, അല്ലാതെ ഒരു ഇതുമില്ല.
ഷർട്ട് എടുത്തിട്ടെ ബ്ലാക്ക് അത് കൊള്ളുമല്ലേ? കോട്ടിന് കണക്കിടാൻ പറ്റിയത് ഇപ്പൊ അവൻ എടുത്തോണ്ട് പോയി. അത് കൊള്ളാല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? സൈസൊക്കെ കറക്റ്റാ? മറ്റേ തിരിച്ചയക്കാണ്. നീ ഏതെങ്കിലും സെലക്ട് ചെയ്. ഇത് വേണം, ഈ മോഡൽ വേണം. ചൈനീസ് കോളറാ. എന്താ കോട്ടിന് ചൈനീസ് കോളർ യഥാർത്ഥത്തിൽ വേണ്ടത്. കോട്ടായിട്ട് ചൈനീസ് കോളറാണ്. ചേട്ടനെ നോക്കി 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 അവസാനം അന്വേഷി വേറെ ഒന്നും തപ്പി എടുത്തോണ്ട് പോകുന്ന പോക്ക് വേണ്ട. നമുക്ക് ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഇതിന്ന് ഒരെണ്ണം മാറ്റിയിട്ട് അതെടുക്കാം. ഇതങ്ങ് മാറ്റാല്ലേ? ഇത് ഒരെണ്ണം മാറ്റിയിട്ട് ഇതെടുക്കാം. ഓക്കെ, ഏതാ മാറ്റുന്ന? ഈ ചെറുക്കന് എവിടെ നല്ല പരിചയമുള്ള നിനക്കുണ്ട് ഇല്ലേ? ആണ്, ഇവിടെ വന്നിപ്പോ അങ്ങ് പരിചയമായത്. ഈ പെണ്ണിനെയും ഒറിജിനാലിറ്റി അടുത്ത് നിന്നിട്ട് ഒന്നേരി. ഇതിന്റെ റേറ്റ് എന്താ? 495. ഇത് 3498. ലോണ്ടയുടെ അച്ഛ എവിടെയാണ്ട് വെച്ചല്ലേ? വേണ്ട വേണ്ടേ? അമ്മിമോ നിൽക്കുന്ന ബില്ലടിക്കാനായിട്ട്. ആ ടീഷർട്ട് അവന്മാരുടെ കൂടെ മടക്കി വെച്ചാ കണ്ട ചെറുതുപോലെയൊക്കെ ഇരിക്കും, ചെറുതൊന്നും അല്ല. നോക്കാം. നമുക്ക് ഞങ്ങൾ അങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ 9 മണിയായി. ഇപ്പൊ ചെന്നിട്ട് നേരെ അല്ലല്ലോ ഏതാ എം കെ സൂപ്പർ മാർക്കറ്റിൽ കയറി ചപ്പാത്തിയും പാലും മേടിച്ചുകൊണ്ടങ്ങ് പോകാം. ഓ ചേട്ടന്റെ ചേട്ടൻ വണ്ടി വരുന്നു. ചപ്പാത്തി മേടിച്ചില്ല, ചപ്പാത്തി മേടിക്കണം. അവിടെ എങ്ങനെ കടയിൽ നിർത്തി ചപ്പാത്തി മേടിക്കാം. പാലും പിന്നെ തണ്ണിമത്തൻ ഇപ്പൊ കൊറേ മേടിച്ചിട്ടുണ്ട് വീട്ടില് കൊണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോ ഇവിടുന്ന് മേടിച്ച്
കുറെ കഴിച്ചു. നമ്മളിപ്പോൾ നേരെ ഇവിടുന്ന് പോകുന്നതേ നമ്മളെ കൊട്ടിയത്തുള്ള ആമ്രോണിൻ്റെ ബാറ്ററി ഷോപ്പില്ലേ അവിടേക്കാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് വാതിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരാൾ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കട നേരത്തെ അടച്ചായിരുന്നു, അതുകൊണ്ടായിരിക്കും അയാൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടന്നുറങ്ങുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് അവിടെ കയറാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ നേരം വെളിയിൽ തന്നെ നിന്ന് അതിന് ശേഷം നമ്മൾ ഷോപ്പിൽ കയറിയത്. നമുക്ക് പോകേണ്ട കാര്യം എന്തുവാന്ന് വിചാരിച്ചാൽ നമ്മളെ ബാറ്ററി ഉച്ചയ്ക്ക് നമ്മളെ ഷോപ്പിലേക്ക് ബാറ്ററി വന്നപ്പോൾ റോഡ് ഫുള്ള് ബ്ലോക്കായിരുന്നു. വണ്ടിയുള്ള തിരക്ക് കാരണം നമുക്കവിടെ സാധനം ഇറക്കി വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. അന്നേരം അവർക്ക് ലോഡ് ഇറക്കാൻ പറ്റാഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് പോയി അവർ ഒതുങ്ങി ഒരു സ്ഥലം കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മളെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് അവർക്ക് അവിടെ ഇറക്കാൻ പറ്റുന്നില്ല, എന്ത് വേണമെന്ന് വെച്ച് വിളിച്ച് പറഞ്ഞ്. നമ്മൾ പറഞ്ഞു എന്നാൽ നമ്മളെ കാറിനകത്ത് അത് കയറ്റാം, പിന്നെ നാളെ ആയാലും ഇതേപോലെ പകൽ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ കാറിൻ്റെ ബാക്കിൽ കയറ്റി കൊണ്ടുവന്ന് നമ്മളെ ഷോപ്പിലേക്ക് ഇറക്കിയത്. ഇത് ചേട്ടനാട്ടോ, മരിച്ചു പോയായിരുന്നു ആക്സിഡന്റില്. അതാണ് പേര് മനോജ്. ചേട്ടന് മൂത്തതായിരുന്നു, ആക്സിഡന്റ് മരിച്ചുപോയി. ആ ചേട്ടനാണ് ഇത്. ഇതാണ് ബാറ്ററിയുടെ ഷോപ്പ്. ആർക്കെങ്കിലും ഇൻവെർട്ടറിന്റെ ബാറ്ററിയോ കാറിന്റെ ബാറ്ററിയോ ഒക്കെ വന്ന് വെച്ചിട്ട് എന്റെ പേര് പറഞ്ഞാൽ ഞാൻ ഡിസ്കൗണ്ട് തരാം കേട്ടാ. എന്റെ യൂട്യൂബിന്റെ പേര് പറയുന്നവർക്ക് ഡിസ്കൗണ്ട് തരും. നമ്മളെ ഷോപ്പ് നമ്മളല്ലേ പ്രൊമോട്ട് ചെയ്യേണ്ടത്. എന്റെ ഷോപ്പിന്റെ പേര് RK ബാറ്ററി സെന്റർ, കൊട്ടിയം. വിശക്കുന്നു, ഇതാ വരുന്നു. വല്ലപ്പോഴും വരുന്നെങ്കിലും നോക്കണ്ടേ കണക്കൊക്കെ, ചുമ്മാ അങ്ങ് വിട്ടുപോയാലേ. വരും, നമുക്കിപ്പം പോകാം, പെട്ടെന്ന് പോകാം. നിക്കി, ഏതൊക്കെ നോക്കിയിട്ട് ഇപ്പം വരാം. ഇപ്പൊ ഇറങ്ങാം. ഇന്നത്തെ കണക്കൊന്ന് എഴുതിയാൽ മതി. ഇന്നത്തെ സ്റ്റോക്ക് ഒന്ന് എഴുതിയിട്ടെ ഇപ്പൊ ഇറങ്ങാം. പോകാം. ബൈ. അയ്യോ, ഇപ്പൊ ഞാൻ മിക്കവാറും അയാളെ പുറത്ത് ചവിട്ടിയാനായിരുന്നു. അയാള് ചൊറിയുന്ന ഇനി കട അടച്ചിട്ട് നമുക്ക് പോകാം. അയ്യോ, ലൈറ്റ് എല്ലാം ഓഫാക്കി കട അടച്ചു. ഇനി നമുക്ക് വീട്ടിൽ പോകാം. അമ്മിമോനെ വിശകുന്നു. അവനായിട്ട് ചപ്പാത്തി മേടിക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ പട്ടിണിയായിപ്പോ. നമ്മൾ അവിടുന്ന് വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ചപ്പാത്തിയൊക്കെ മേടിച്ച് പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് എത്തിയട്ടോ. ഇനി ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. കാര്യം എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് അത് നഷ്ടപ്പെട്ടതെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ. വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കിറ്റാച്ച് വെളിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കാത്തവിടെ ഇരുന്നിരുന്ന് എന്നെ കണ്ട ഉടനെ ഓടി അടുത്തോട്ട് വന്ന്. അങ്ങനെ പിന്നെ ഞാൻ അകത്ത് വന്നപ്പോഴത്തേക്ക് അമലും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും അമ്മ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ രണ്ടുപേരും. അമലു ഇങ്ങനെ പിണങ്ങി കിടക്കുക കേട്ടോ. അമലുവിന് മുട്ടായി മേടിച്ചില്ല, അതിൻ്റെ പിണക്കുവാണ്. അങ്ങനെ പിന്നെ അടുത്ത ദിവസം മുട്ടായി മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു.